ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പാർട്ട് 1 2 ആക്കിയിട്ടൊക്കെ ഇടാം. ഷോർട്സ് ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഞാൻ ഫസ്റ്റ് പറയാൻ വന്ന കാര്യം, LGBTQനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ട്. സോ അവർക്കും നമ്മളെപ്പോലെ തന്നെ ഇവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ ആളല്ല, അതിനെപ്പറ്റി അറിയില്ല. ബട്ട് ഇപ്പം 2-3 ഇൻസിഡൻസ് അതേപോലെ കണ്ടതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടൊക്കെയാണ് ഈ കാര്യം ഇവിടെ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റത്തെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ, ഒരു ഗേളും ബോയും കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിക്കുമ്പോൾ തന്നെ എല്ലാ കപ്പിൾസും എടുക്കുന്ന പോലെ ഇപ്പം കുട്ടികൾ വേണ്ട, ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ഗേളിന് തോന്നാണ് ഒരു കുട്ടി വേണം, ഇങ്ങനെ ഒന്നും പോയാൽ പോരാ എന്ന് തോന്നാണ്. ഈ ഗേള് പറയാണ് ഒരു കുട്ടി വേണമെന്ന്. അപ്പം ഈ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ഫിനാൻഷ്യലി ഓക്കെ അല്ല, കുട്ടിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ തന്നെ നോക്കാൻ വയ്യ, 2 ആളൊക്കെ ഞാൻ എങ്ങനെ നോക്കാനാ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒഴിവാകുന്നു. അങ്ങനെ ഈ ഗേൾ എന്താക്കും, ഈ ഗേള് ഇയാളെ ഒബ്സർവ് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഇയാൾക്ക് ഒരു ഫെമിനൈൻ ക്യാരക്ടർ കൂടുതലാണ്, ഒരു പുരുഷത്വം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഫെമിനൈൻ ക്യാരക്ടർ കൂടുതലാണെന്ന് പറയുമ്പോൾ സ്വഭാവത്തിൽ, ആക്ടിങ്ങിൽ ഒക്കെ, പിന്നെ നടത്തത്തിൽ ഒരു ഈ ജെൻസ് നടക്കുന്നതും അല്ലെങ്കിൽ ലേഡീസ് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മിക്സ്ഡായ നടത്തം കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. സോ അങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരാളാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവസാനം ഇവള് പറയാണ്, നിങ്ങൾ ആദ്യം ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് ഓക്കെ ആയിട്ട്, എനിക്കറിയാവുന്ന കൗൺസിലേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പോകണ്ട. ചിലപ്പോൾ നാട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. അറിയാത്ത ഒരാളടുത്ത് നിങ്ങൾ പോയാൽ മതി, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് സ്വന്തം ഇഷ്ടത്തിന് പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ആളെന്താക്കുകയാണ്, പോവാന്നൊക്കെ സമ്മതിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചു കാലം കൂടെ ഇങ്ങനെ പോയെന്നില്ല കേട്ടോ. അങ്ങനെ പോയി ആൾക്കാരെ ചോദ്യം വരുമല്ലോ, എന്താ കുട്ടികളാവാത്തത്, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പം ഈ ഗേളിന് ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങി. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ ഈ ഗേൾ എന്താക്കും,